ഈശോയിൽ പ്രിയ നിറഞ്ഞവരെ, സുവിശേഷാത്മക ജീവിതത്തിൻ്റെ 6 ഭാഷകളെ, പാദങ്ങൾ മുറിയുന്നതിൻ്റെ 6 മാർഗങ്ങളെ നമ്മൾ ധ്യാനിക്കുകയാണ് പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തിലൂടെ. ഒന്നാമത്തെ ഭാഷ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ നിൽക്കുക. രണ്ടാമത്തെ ഭാഷ കരച്ചിലാണ്. മൂന്നാമത്തെ ഭാഷ, സുവിശേഷാത്മക ജീവിതത്തിൻ്റെ 3-ാമത്തെ മാർഗം, കണ്ണുനീരുകൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകുകയാണ്. ഈശോ താൻ ഭക്ഷണത്തിനിരിക്കുന്ന ശിമയോനോട് പരാതി പറയുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം ഇങ്ങനെയാണ്: ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ പാദം കഴുകാൻ നീ ജലം തന്നില്ല, പക്ഷെ ഇവളാകട്ടെ തൻ്റെ കണ്ണുനീര് കൊണ്ട് എൻ്റെ പാദങ്ങളെ കഴുകുകയായിരുന്നു എന്ന്. പ്രിയ നിറഞ്ഞവരെ, എന്താണ് ഈ ജലവും കണ്ണുനീരും തമ്മിലുള്ള വ്യത്യാസം? പ്രധാനമായും ഒരു വ്യത്യാസമാണ്. കണ്ണുനീരിൽ ലവണമുണ്ട്, ഉപ്പുണ്ട്. ഈ ലവണമുണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ലവണമുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉള്ളിൽ സ്നേഹമുണ്ടാകുക എന്നുള്ളതാണ്. ആ വ്യക്തിയുമായി സൗഹൃദത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവൾ കണ്ണുനീര് കൊണ്ട് ക്രിസ്തുവിൻ്റെ പാദങ്ങളെ കഴുകുമ്പോൾ അതിലൂടെ ആ പാപിനിയായ സ്ത്രീ ക്രിസ്തുവുമായി ആഴമേറിയൊരു സ്നേഹത്തിലേക്ക്, സൗഹൃദത്തിലേക്ക് കടന്നു വരികയാണ്. ഒപ്പം അവൾ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്: എൻ്റെ പഴയ വഴികളെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ നവമായ പാതയെ ഞാൻ പിൻചെല്ലുമെന്നുള്ള ഒരു പൂർണ്ണമായ പ്രതിജ്ഞയുടെ അടയാളം കൂടിയാണ് കണ്ണുനീരുകൊണ്ട് ഇതാ ക്രിസ്തുവിൻ്റെ പാദങ്ങളെ കഴുകുന്ന മനോഹരമായ പ്രവൃത്തി. പ്രിയ നിറഞ്ഞവരെ, സുവിശേഷാത്മക ജീവിതം നയിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ലവണാംശം സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പഴയ നിയമത്തിലെ ദഹനബലികളിലെല്ലാം തന്നെ ഉപ്പ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ദൈവത്തിൻ്റെ നിയമത്തെക്കുറിച്ച് നമ്മൾ ലേവ്യരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഏതൊരു ബലിയിലും ഉപ്പ് നിർബന്ധമാണ്. ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ കാഴ്ചയും ബലിയുമാണ്. കാഴ്ചയും ബലിയുമായ എന്നിൽ ഉപ്പിൻ്റെ അംശം, അതായത് സ്നേഹത്തിൻ്റെ അംശമുണ്ടെങ്കിൽ മാത്രമാണ് ആ ബലിയും കാഴ്ചകളും സ്വീകാര്യമാവുകയുള്ളൂ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യ ഈശോയെ, സുവിശേഷാത്മക ജീവിതം നയിക്കുവാനായിട്ട് 3-ാമത്തെ ഭാഷയായി, 3-ാമത്തെ മാർഗമായി ഈ സ്ത്രീ ഞങ്ങളെ പഠിപ്പിക്കുന്നു. കണ്ണുനീരുകൊണ്ട് പാദങ്ങളെ കഴുകുവന്ന പ്രവൃത്തിയിലേക്ക് ഞങ്ങളിതാ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ഉള്ളിൽ ആഴമേറിയൊരു സ്നേഹത്തിലേക്ക്, ആഴമേറിയൊരു സൗഹാർദ്ദത്തിലേക്ക് ക്രിസ്തുവുമായിട്ട് ഉണ്ടാകണമെന്ന് ഈ പ്രവൃത്തി തെളിയിക്കുന്നു. ലവണത്തിൻ്റെ അംശം അത് ആഴമേറിയ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഒപ്പം കടന്നുപോയ ജീവിതത്തിൻ്റെ തെറ്റുകളെയും പാപങ്ങളെയും കുറവുകളെയും പോരായ്മകളെയും തിരുത്തി സുവിശേഷത്തിൻ്റെ നവമായ പാതയെ പിൻചെല്ലുമെന്നുള്ള പ്രതിജ്ഞയും ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ലവണാംശമുള്ള കണ്ണുനീര് കൊണ്ട് അങ്ങയുടെ പാദങ്ങളെ കഴുകി അങ്ങയുമായി ആഴമേറിയൊരു സ്നേഹവും സൗഹൃദവും സ്വന്തമാക്കുവാനും ജീവിതത്തിൻ്റെ പഴയ വഴികളെല്ലാം ഉപേക്ഷിച്ച് സുവിശേഷത്തിൻ്റെ നവമായ പാതയെ പിൻചെല്ലുവാനുമുള്ള ഒരു വിശാലമായ ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ചാലും കർത്താവേ. നിൻ തിരുസന്നിധിയിൽ നീ എന്നെ ഒളിപ്പിച്ചു, എറിയും കല്ലുകളെ നീ താഴെ വീഴിച്ചു. എന്നെ മുറ്റും രക്ഷിച്ചവനല്ലോ, കണ്ണീരാൽ നിൻ പാദം കഴുകും ഞാൻ. എന്നെ മുറ്റും രക്ഷിച്ചവനല്ലോ, കണ്ണീരാൽ നിൻ പാദം കഴുകും ഞാൻ. ലോകം ദ്വേഷിച്ചു എന്നാൽ
എന്നാൽ നീയോ മാനിച്ചു. ലോകം ദ്വേഷിച്ചു എന്നാൽ നീയോ മാനിച്ചു. തൈലം കൊണ്ടഭിഷേകം ചെയ്തു നീ. കണ്ണീരാൽ നിൻ പാദം കഴുകും ഞാൻ. കണ്ണീരാൽ നിൻ പാദം കഴുകും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. അനുതാപത്തിന്റെ കണ്ണുനീരുകൊണ്ട് പാദം കഴുകി ലവണാംശമുള്ള മക്കളായി തീരുവാൻ, സ്നേഹത്തിൽ ആഴപ്പെട്ട ജീവിതം, സൗഹൃദത്തിൽ ഈശോയുമായി അങ്ങയുമായി ആഴമേറിയ സൗഹൃദം, ആഴപ്പെട്ട ഒരു വ്യക്തികളായും സാക്ഷികളായി മക്കളായി അങ്ങയുടെ അനുയായികളായി മാറാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഈശോയെ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. വീണ്ടും വീണ്ടും വീണുകിടന്നിട്ടും വീഴുന്നവനെന്നെ വിളിച്ചില്ല. രക്തക്കടലിൽ മുക്കിയെടുത്തെൻ്റെ ചരിത്രം മായ്ച്ചു കളഞ്ഞു നീ. വീണ ചരിത്രം മായ്ച്ചു കളഞ്ഞു നീ. കണ്ണീരാൽ നിൻ പാദം കഴുകും ഞാൻ. കണ്ണീരാൽ നിൻ പാദം കഴുകും ഞാൻ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.